നമ്മൾ ഗവർണറുമായിട്ട് സംസാരിച്ചിട്ടേ, അത് ഞായറാഴ്ചയായിരുന്നു, ഒരു ധാരണയുണ്ടാക്കി. പാർട്ടിയിൽ ആലോചിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളുടെ പിണറായി സഖാവ് തന്നെ ഗവർണറുമായിട്ട് സംസാരിച്ച് ഈ VC നിയമനം മുതലായ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ. അതിനുശേഷം പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടുക. അവിടെ പറയണമല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിൽ പറയുക, അവരുടെ ഒരു അംഗീകാരം വാങ്ങിക്കുക, അതൊക്കെയാണ് പതിവ്. പാർട്ടി രീതി ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് പിണറായി വിജയനല്ലയോ ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ രീതിയും വ്യവസ്ഥയും വെള്ളിയാഴ്ച ഒന്നുമില്ല. അത് അദ്ദേഹം തീരുമാനിക്കും, അദ്ദേഹം നടപ്പാക്കും. അദ്ദേഹം പോയി ഗവർണറുമായിട്ട് സംസാരിച്ചു, ധാരണയാക്കി. എന്നിട്ട് വന്ന് ഇവരോട് പറഞ്ഞു, ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോട്. അവരാണല്ലോ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഭരണസമിതി എന്ന് പറയുന്നത്. സംസ്ഥാന കമ്മിറ്റിക്ക് ഉണ്ടെങ്കിൽ അത് എപ്പോഴും കൂടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് കൂടും. സെക്രട്ടേറിയറ്റ് മുഴുവൻ വരില്ലെങ്കിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടും. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു രീതി. അതൊക്കെ ഈ കോൺഗ്രസ്സുകാരന്മാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവർക്ക് അങ്ങനത്തെ ഒരു സംവിധാനമൊന്നുമില്ലെന്നേ. ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു സംവിധാനമുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ മുഖ്യമന്ത്രി ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തെ വിമർശിക്കുക, ഇത് വല്ലാത്ത മോശമായി പോയെന്ന് പറയുക. ഈ VC-മാരുടെ നിയമനം സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയിൽ നമുക്ക് അനുകൂലമായിട്ടൊരവസ്ഥ നിൽക്കുമ്പോൾ, മനസ്സിലായില്ലേ, അന്നേരം എന്തിനാണ് ഗവർണറുമായിട്ട് ധാരണയുണ്ടാക്കിയത്? അതാണ് ചോദ്യം. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുക, നമ്മുടെ മുഖ്യമന്ത്രിയോട്, കാരണഭൂതരോട്, ഇരട്ടച്ചങ്കനോട് ചോദിക്കുക. ഇത്തരം ചോദ്യങ്ങൾ അത് പതിവുള്ളതാണോ? അതുപോലെ ഇത് PM3-യിലെ ഇടപാട് പോലായി പോയെന്ന്. അതായത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ളൊരു ധാരണ, അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJP-യുമായിട്ടുള്ളൊരു ധാരണ. ഇത് പറഞ്ഞവൻ അതാ ഉദ്ദേശിച്ചത്. PM3-യെ പോലായിപ്പോയെന്ന് പറഞ്ഞത് അവരൊക്കെ അതാ ഉദ്ദേശിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? അതും പിണറായി വിജയനോട്. പിന്നെ പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ചങ്ങ് പറഞ്ഞു, നല്ല കടുപ്പിച്ച് തന്നെ പറഞ്ഞു. അതായത് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാ? അതാരും ചോദിച്ചില്ലെന്നാ കേട്ടത്. പക്ഷേ ആ ചോദ്യം അവിടെ കിടക്കുക. ആർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാ? പിണറായി വിജയന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കേന്ദ്രനെ വെറുപ്പിച്ചിട്ട് അവരെ പിണക്കിയിട്ട് അങ്ങനെ പിണറായിക്ക് ഒറ്റയാൻ പോക്കൊന്നും നടക്കത്തില്ല. അതുകൊണ്ടല്ലയോ നമ്മൾ PMC-യിലൊക്കെ ഒപ്പുവെച്ചത്. അതിനല്ലയോ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും തമ്മിൽ പാലം പണിയാൻ നമ്മുടെ ബ്രിട്ടാസിനെ ഏൽപ്പിച്ചത്. അത് ഈ സെക്രട്ടറിയിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലല്ലോ. അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണല്ലോ. പിന്നെ എന്തിനാ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഏതായാലും പിണറായി കടുപ്പിച്ചങ്ങ് പറഞ്ഞു, അവിടെ സംഗതി തീർന്നു. ചേട്ടാ, നമ്മളിങ്ങനെ തോറ്റു നിൽക്കുമ്പോഴേ ചില കാര്യങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുമെന്നേ. എങ്കിലേ നമുക്ക് നാലുകാലികളിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ അടുത്ത കാലത്തുണ്ടായ കാര്യങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ആദ്യം ഈ PM3 പദ്ധതി ഒപ്പിടേണ്ടി വന്നു. BJP നമ്മളെ തോൽപ്പിച്ചു, പിണറായി വിജയനെ തോൽപ്പിച്ചു. അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരും സൂചിപ്പിച്ചതേ ഉള്ളൂ, നമ്മൾ പോയി ഒപ്പിട്ടു. മന്ത്രിസഭയും ഇടതുപക്ഷ മുന്നണിയും ഘടകകക്ഷികളൊന്നും അറിയാതാ ചെയ്തത്. അറിയില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മാധ്യമക്കാരുണ്ടല്ലോ, അവരിത് പുറത്തു കൊണ്ടുവന്നു, അവരിതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പം എന്തുണ്ടായി? CPI-ക്കാർ നമ്മളോട് ഇടഞ്ഞു. വലതന്മാര് അവരെപ്പോഴും അങ്ങനെ. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ ഉടനെ എന്തെങ്കിലും കൊസ്രാക്കൊള്ളിയും പറഞ്ഞുകൊണ്ട് വരും, ഒരു എതിർപ്പുമായിട്ട് വരും. ഇവിടെയും അതുപോലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ബിനോയ് വിശ്വം നമ്മൾ ഉദ്ദേശിച്ച ആളായിരുന്നില്ലെന്ന് പിന്നെ മനസ്സിലായത്. പുള്ളി അതേ പിടിച്ചങ്ങ് നിന്നു, കടുപ്പിച്ചങ്ങ് നിന്നു. അവസാനം എന്ത് പറ്റി? അത് പിൻവലിക്കേണ്ടി വന്നു. ഞങ്ങൾ ഈ കരാർ ഒപ്പുവെച്ചതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കേണ്ടി വന്നു. രണ്ടാമത്തെ പരാജയം. CPI നമ്മളെ തോൽപ്പിച്ചു. പിന്നെ കേരളത്തിലെ ജനങ്ങൾ തന്ന ബെടാ തോൽവി, യമണ്ടം പരാജയം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷിച്ചതല്ലെന്നേ. ഇത്രയും അങ്ങോട്ട് താഴോട്ട് പോകുമെന്ന് വിചാരിച്ചതല്ല. കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചതാ. അത് കഴിഞ്ഞ് 5-6 മാസം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ചില PR വർക്കൊക്കെ നടത്തി, എന്തെങ്കിലും പെൻഷനിൽ 5-10 രൂപ കൂട്ടിക്കൊടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമോ ഒക്കെ ഒന്ന് അല്പം വർദ്ധിപ്പിച്ച് നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചതാ. 3ാം പിണറായി ഭരണം. അതായിരുന്നല്ലോ നമ്മുടെ ഒരു സ്വപ്നം. അതല്ലയോ ആ പ്രതീക്ഷയിലോ ഇവിടെ ഇടിഞ്ഞു പൊടിഞ്ഞു പോയത്? നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പൊളിഞ്ഞതുപോലെ സർക്കാരിന്റെ സ്വപ്നങ്ങളെ. അപ്പൊ ജനങ്ങള് നമ്മളെ തോൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഗവർണറുടെ കൂടമായിരുന്നു. ഗവർണർ ആദ്യം സിസ തോമസിന്റെ കാര്യത്തിൽ സിസ തോമസിനെ നിയമിക്കാൻ നമ്മുടെ പിണറായി സഖാവിന് സമ്മതിക്കേണ്ടി വന്നു. സമ്മതിച്ചു. എന്തൊരു എതിർപ്പായിരുന്നു സിസ തോമസിനോട്. അവർ നേരത്തെ ഈ സാങ്കേതിക സർവകലാശാലയിലെ ഗവർണർ നിയമിച്ച് എന്നല്ലോ താൽക്കാലിക VC ആയിട്ട്. എന്തൊക്കെ പൂവിലും പൂക്കാറുമായിരുന്നു. നമ്മളവരെ മര്യാദയ്ക്കോട് ഇരിക്കാൻ സമ്മതിച്ചോ? ഭയങ്കര പ്രതിഷേധമല്ലായിരുന്നു. അവിടുത്തെ ഇടതുപക്ഷ സ്റ്റാഫ് അംഗങ്ങൾ, യൂണിയൻകാര്, SFI-ക്കാര് അവരെ നിലം തൊടിയിച്ചില്ല അന്ന് നമ്മൾ സിസ തോമസിനെ. ഇപ്പൊ എന്തോ സംഭവിച്ചത്? സിസ തോമസ് ഇന്നലെ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുന്നു. അവിടെ എല്ലാവരും കൂടി ബൊക്കെ കൊടുത്ത്, പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുന്നു, കൊണ്ട് കസേരയിൽ ഇരുത്തുന്നു. നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ
കൺകുളിർക്ക കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സിസ തോമസിന്റെ കാര്യത്തിൽ ഗവർണർ നമ്മളെ പേടിപ്പിച്ചു. അതുപോലെ ആയിപ്പോയി KS അനിൽകുമാറിന്റെ കാര്യം. ധീരശൂര പരാക്രമിയായിരുന്നു. VC അവരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മൾ ഈ ശാസ്താംകോട്ട ദേവസ്വം ബോർഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഡെപ്യൂട്ടേഷനിൽ. 2029 വരെ ഡെപ്യൂട്ടേഷൻ കാലാവധിയുള്ള ഒരാളാണ്. അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ രജിസ്റ്റർ ആക്കിയതാണ്. പക്ഷേ ഈ ഭാരതാംബയുടെ ചിത്രം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കയറി അങ്ങ് അടഞ്ഞു. അവസാനം VC അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്തൊരു സമരമായിരുന്നു അതിനെതിരായിട്ട്. സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ സഖാക്കള്, SFIക്കാർ ഇങ്ങനെ സസ്പെൻഡിനെതിരായിട്ട് എന്തൊക്കെ പ്രക്ഷോഭമായിരുന്നു. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കേസിന് പോയില്ലേ, കോടതിയിൽ പോയില്ലേ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? സസ്പെൻഷനിലായിരുന്നിട്ടും അദ്ദേഹം ജോലിക്ക് ഹാജരായി. അന്ന് വന്ന് കാറെ വന്നിറങ്ങിയ രംഗമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, രോമാഞ്ചത്തോടെ ഓർക്കാൻ പറ്റുന്നുള്ളൂ. അത്തരത്തിലുള്ളൊരു ധീരനായിരുന്നു അദ്ദേഹം. ഇവ ഏറ്റവും അവസാനം എന്തുണ്ടായി? അദ്ദേഹത്തെ എനിക്ക് തിരിച്ച് ദേവസ്വം ബോർഡ് കോടതിയിലേക്ക് പോകണം എന്നൊരു കത്ത് വാങ്ങിച്ചിട്ട് നേരെ അങ്ങ് പായ്ക്ക് ചെയ്ത് ശാസ്താംകോട്ടയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു പതനമാണെന്ന്, എന്തൊരു വീഴ്ചയാണെന്ന്, ഏതു തരത്തിലുള്ള ഒരു കീഴടങ്ങലാണെന്ന്. നിങ്ങൾക്കാർക്കും ഇത് പറഞ്ഞാൽ അത്ര മനസ്സിലാവത്തില്ല. ആ സ്ഥാനത്തിരിക്കുമ്പോഴേ അതിന്റെ വിഷമം അറിയത്തുള്ളൂ. KS അനിൽകുമാറിനെ പോലൊരു ധീര സഖാവിനെ നമ്മൾ തിരിച്ചു പായിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, രജിസ്ട്രാർ സ്ഥാനത്തു നിന്ന് ഇറക്കി വിടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗൗരവം ഒന്ന് ചിന്തിച്ച് എന്ന് മനസ്സിലാക്കിക്കേ. പിന്നെ പിണറായി വിജയനെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ രീതികളെ കൂടെ നിൽക്കുന്നവരെ അവസാന നിമിഷം വരെ സംരക്ഷിക്കും, സംരക്ഷണം കൊടുക്കും, അതിന് സംശയമില്ല. പക്ഷേ ആരെങ്കിലും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാണ് എന്ന് കണ്ടാൽ അത് ഏത് കൊമ്പിക്കുന്ന് തിരിക്കുന്ന ആളായാലും അദ്ദേഹത്തെ തട്ടും. അതാണ് KS അനിൽകുമാറിന് സംഭവിച്ചത്. ഇതൊക്കെ പറയുമ്പോഴേ സിസ തോമസിനെതിരെയും ഈ KS അനിൽകുമാറിന് വേണ്ടിയൊക്കെ സമരവും പ്രക്ഷോഭവും നടത്തിയ SFIക്കാരും അതുപോലെ തന്നെ ഇടതുപക്ഷ UDയിൽ പെട്ടവരും കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ അംഗങ്ങളും ഒക്കെ ഇപ്പൊ ആരായി? ഒന്ന് ആലോചിച്ച് നോക്കി. അവർ നടത്തിയ സമരങ്ങൾക്ക് എന്താ വില? ഒരു ദിവസം കൊണ്ടല്ലയോ എല്ലാം അങ്ങ് മറിഞ്ഞു പോയത്. ഒരു ഞായറാഴ്ച ഗവർണറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, അദ്ദേഹത്തോട് അഡ്ജസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം എന്ത് ചെയ്തു? സിസ തോമസ് VC എങ്കിൽ സിസ തോമസ് VC, KS അനിൽകുമാർ ഇവിടെ ഇരിക്കണ്ട, അങ്ങനെയാണെങ്കിൽ തിരിച്ചു പൊയ്ക്കോട്ടെ ശാസ്താംകോട്ടയ്ക്ക്. അതാണ് പിണറായിയുടെ ഒരു സ്റ്റൈല്. ഒരു കാര്യം പറയാതെ വയ്യ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റില് പിണറായി വിജയനെ വിമർശിക്കുന്ന സ്വരങ്ങൾ ഉയർന്നിരിക്കുന്നു. ചെറിയ തോതിലൊക്കെ ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇത് കാണുമ്പോഴേ CPM രക്ഷപ്പെടാൻ ഇനിയും അവസരമുണ്ടെന്നാണ് മനസ്സിലാവുന്നത്.